ഹായ് ഫ്രണ്ട്സ്, റെമഡി ടോക്കിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആശയാണ്. അപ്പൊ ഇന്ന് നമ്മൾ എന്ത് റെമഡിയാണ് നോക്കാൻ പോകുന്നത് എന്നുള്ളത് നിങ്ങൾ തംബ്ലൈനിലൂടെ കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ചെറിയ ഓടിൽ ചെയ്തിട്ടുള്ള ഗണപതി വിഗ്രഹമാണ്. ഇതുപോലുള്ള വിഗ്രഹങ്ങളോ ഓട്ടുപാത്രങ്ങളോ രൂപങ്ങളോ നിലവിളക്കുകളോ ഒക്കെ നിങ്ങളുടെ വീട്ടിലും ഉണ്ടാവും അല്ലെ. അപ്പൊ ഇതൊക്കെ നമുക്കറിയാം, മേടിക്കുന്ന സമയത്ത് നല്ലൊരു ഗോൾഡൻ കളറിലൊക്കെ ആയിരിക്കും. പക്ഷെ ഗ്രാജുവലി ഇത് ഓപ്പൺ എയർ ആയിട്ടൊക്കെ സമ്പർക്കം വന്നു കഴിയുമ്പോൾ അതിന്റെ ഒരു നാച്ചുറൽ കളർ പോയിട്ട് ഒരു ക്ലാവ് എന്ന് പറയുന്ന ഗ്രീൻ കളറിലുള്ള ഒരു കറ ഇതിലുണ്ടാവും. അങ്ങനെ ഈ വിഗ്രഹത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു സാധനത്തിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള കളർ മാറിയിട്ട് ഒരു ബ്ലാക്ക് കലർന്നിട്ടുള്ള ഗ്രീനിഷ് കളറിലേക്ക് എത്താറുണ്ട്. അപ്പൊ ഇത് നമുക്ക് വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് വളരെ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നതെന്നാണ് നമ്മൾ ഇന്ന് കാണാനായിട്ട് പോകുന്നത്. അതിനുവേണ്ടി ഞാൻ എടുക്കുന്നത് ആദ്യം ഒരു ചെറിയ ഇഷ്ടിക കഷ്ണമാണ്. അപ്പൊ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ നിലവിളക്ക് ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലും മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ഈ ഒരു ഇഷ്ടിക കഷ്ണം തന്നെയായിരുന്നു. ഇഷ്ടിക കഷ്ണത്തിന് അല്ലെങ്കിൽ ഇഷ്ടികയുടെ ആ ഒരു പൗഡറിന് ഈ ഓടിൽ നിർമ്മിച്ചിട്ടുള്ള സാധനങ്ങൾ വളരെ പെട്ടെന്ന് ബ്രൈറ്റപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു കഴിവുണ്ട്. അതുകൊണ്ട് ഇത്തവണയും നമ്മുടെ മിക്സിലെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ഇഷ്ടിക പൗഡർ തന്നെയാണ്. ഇനി അതിനകത്തേക്ക് നമുക്കത് മിക്സ് ചെയ്യാനായിട്ട് കൊടുക്കുന്നത് വിനാഗിരിയാണ്. വിനാഗിരിയും മറ്റൊരു ക്ലീനിങ് സൊല്യൂഷനാണ്. അതുപോലെ തന്നെ ഒരു അസിഡിക് പൗഡർ ഉള്ള സാധനമാണ്. ഇത് രണ്ടും കൂടിയാണ് നമ്മൾ മിക്സ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ കഴുകാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു സാധനം കംപ്ലീറ്റ് ആയിട്ടും ഈ ഒരു മിക്സിനകത്തേക്ക് ഇറക്കി വെക്കണം, മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെക്കണം. അപ്പൊ ആ ഒരു അളവിൽ വേണം ഈ ഒരു മിക്സ് നമ്മൾ തയ്യാറാക്കി എടുക്കാനായിട്ട്. ഒരു തിക്കായിട്ടുള്ള ഒരു പേസ്റ്റ് ഒന്നും വേണ്ട, നല്ല ലൂസ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലുള്ള ഒരു മിക്സ് ആണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. ഇനി നമുക്ക് നമ്മൾ കഴുകാൻ ഉദ്ദേശിക്കുന്ന സാധനം ഇതിനുള്ളിലേക്ക് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ഇറക്കി വെച്ച് കൊടുക്കണം. ഒരു 10 മിനിറ്റ് ഒക്കെ മാക്സിമം വെച്ച് കഴിഞ്ഞാൽ തന്നെ നല്ലൊരു കളർ വരും. അതിൽ കൂടുതൽ നേരം ഒന്നും വെക്കേണ്ട ആവശ്യം വരില്ല. അപ്പൊ അതാ ഞാൻ ഈ ഒരു ഗണപതി ഭഗവാന്റെ വിഗ്രഹം ഇതിനുള്ളിലേക്ക് നല്ല രീതിയിൽ ഒന്ന് താഴ്ത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ആ ഇഷ്ടികയുടെ പൊടിയൊക്കെ വാരിയിട്ട് ഇതിന്റെ മുകളിലേക്കൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് കോരി ഒന്ന് വെച്ച് കൊടുത്തിട്ട് നമുക്കൊരു 10 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് ഇങ്ങനെ വിട്ടേക്കാം. അപ്പൊ ഞാനിവിടെ ഒരു 5-6 മിനിറ്റ് മാത്രമേ ഇതിനുള്ളിലേക്ക് മുക്കി വെച്ചിട്ടുള്ളൂ. സമയം പോകുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ട് വേഗം തന്നെ വെളിയിലെടുത്തു. അപ്പൊ അതാ നോക്കിക്കേ, നല്ല രീതിയിലുള്ള കളർ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സാധാരണ വെള്ളത്തിനകത്തൊന്ന് കഴുകിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ കഴുകിയെടുക്കുമ്പോൾ തന്നെ ഇത് നല്ല നീറ്റ് ആവാറുണ്ട്. സാധാരണ നമുക്ക് നിലവിളക്കോ അല്ലെങ്കിൽ ഓട്ടുപാത്രങ്ങളൊക്കെ ആണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പോട് കൂടി തന്നെ ഈ ഒരു പ്രോസസ്സ് അവസാനിപ്പിക്കാം. പക്ഷേ ഞാനിത് കഴുകിയെടുത്തതിന് ശേഷം നോക്കുമ്പോഴാണ് മനസ്സിലായത് അതിൽ ഒരുപാട് ചെറിയ ചെറിയ കൊത്തുപണികൾ വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഭഗവാന്റെ ഡ്രസ്സിന്റെ ഭാഗം, ഓർണമെന്റ്സിന്റെ ഭാഗം, കിരീടത്തിന്റെ ഭാഗത്തൊക്കെ ഒരുപാട് കൊത്തുപണികൾ വന്നിട്ടുണ്ട്. അത് ചെറിയ ചെറിയ കൊത്തുപണികളായതുകൊണ്ട് തന്നെ അതിന്റെ ഉള്ളിലൊക്കെ നല്ല രീതിയിലുള്ള അഴുക്കുണ്ടായിരുന്നു. അത് ഈ ഒരു മിക്സിനകത്ത് വെച്ചതിന് ശേഷം പോയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു സ്റ്റെപ്പും കൂടി ചെയ്യുന്നത്. ഒരു ബ്രഷിൽ കുറച്ച് പേസ്റ്റ് എടുത്തിട്ട് നമുക്ക് ആ ഒരു ഡിസൈൻസ് വരുന്ന ഭാഗങ്ങളിൽ കൂടി ഒന്ന് സ്ക്രബ് ചെയ്ത് കഴുകിയെടുക്കേണ്ടതായിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഭാഗങ്ങളിലൊക്കെ നല്ലൊരു അഴുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ പോകാനായിട്ട് മാത്രം ഞാനൊരു ബ്രഷിൽ കുറച്ച് പേസ്റ്റ് എടുത്തിട്ട് ഒന്ന് കഴുകി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ കഴുകുന്നത് കാണിക്കുന്ന വീഡിയോ കുറച്ച് സ്പീഡിലാണ് ഇട്ടിരിക്കുന്നത്. അത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഭയങ്കര ഉരച്ചിട്ടൊക്കെയാണ് കഴുകിയിട്ടുണ്ടാവുക എന്നുള്ളത്. ഇല്ല, വളരെ സോഫ്റ്റ് ആയിട്ട് നമുക്ക് കഴുകിയെടുക്കേണ്ട ആവശ്യം വരുള്ളൂ. കാരണം ഓൾറെഡി ഒരു 10 മിനിറ്റോളം ഇത് ആ ഒരു ലിക്വിഡിനകത്ത് മുങ്ങിയിരുന്നത് കൊണ്ട് ആ അഴുക്കൊക്കെ നല്ല രീതിയിൽ കുതിർന്നിട്ട് വെളിയിലേക്ക് വരാൻ തയ്യാറെടുത്തിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അപ്പൊ അതും ജസ്റ്റ് ഒന്ന് കുത്തി വെളിയിലേക്ക് ഇറക്കാൻ വേണ്ടി മാത്രമാണ് നമ്മളിവിടെ ബ്രഷ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ അതാ ഒന്ന് എല്ലാ ഭാഗങ്ങളും ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്തിട്ട് ഇനി നമുക്കിത് സാധാ പച്ചവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കഴുകിയെടുക്കാം. അപ്പൊ അതാ വേറെ ഒന്നും ചെയ്യേണ്ട വന്നിട്ടില്ല. കഴുകിയെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കണ്ടില്ലേ, ഇതാണ് നമ്മളുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. നല്ല രീതിയിലുള്ള ഒരു പുതിയ കളറിലേക്ക് ഒരു വിഗ്രഹം എത്തിയിട്ടുണ്ട്. എല്ലാ ഭാഗത്തെയും അഴുക്ക് പോയി കഴിഞ്ഞപ്പോൾ നല്ല ഐശ്വര്യം വന്നിട്ടുണ്ട്. ഇനി പാത്രങ്ങളോ വിളക്കോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഭസ്മം കൂടി ഇട്ടിട്ടൊന്ന് പോളിഷ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പൊ വിഗ്രഹമായതുകൊണ്ടും ഇതുപോലുള്ള ചെറിയ ഡിസൈൻസ് ഉള്ളതുകൊണ്ട് ഞാൻ ഇത് ചെയ്യുന്നില്ല, പോളിഷ് ചെയ്യുന്നില്ല. കാരണം അതും കൂടി ഇതിന്റെ ഇടയിലേക്ക് കയറും. അപ്പൊ ഇതാണ് നമ്മളുടെ ഫൈനൽ റിസൾട്ട്. നല്ലൊരു പുതിയ കളറിലേക്ക് എത്തിയിട്ടുണ്ട്. ആദ്യത്തെ വീഡിയോയും കൂടി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അപ്പൊ ഇതുപോലുള്ള വിഗ്രഹങ്ങളോ രൂപങ്ങളോ പാത്രങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അടുത്ത തവണ ഇങ്ങനെയൊന്ന് കഴുകി നോക്കുക. എന്നിട്ട് റിസൾട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നത്തെ റെമഡി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് കയറി നോക്കിയിട്ട് കണ്ടന്റ് ഒക്കെ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു അടിപൊളി റെമഡി വീഡിയോ ആയിട്ട് ഉടനെ തന്നെ മീറ്റ് ചെയ്യാം. അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.